അപ്പാ നമ്മടെ അപ്പാപ്പന്റെ ഒരു ബ്രെയിനേ അപ്പാപ്പനെങ്ങാനും അപ്പന് പരമേശ്വരൻ എന്നാ പേരിട്ടിരുന്നെങ്കിണ്ടല്ലോ അപ്പനെ ഞാനാ ചവിട്ടി കൊന്നേനെ. അപ്പൊ വണ്ടി കയറി ഇതിലും ഭേദം അവനെ ചവിട്ടി കൂട്ടുന്നതായിരുന്നു. ഇവന്റെ ഒരു കാര്യം വണ്ടി വിടും. ഇതെങ്ങോട്ടാ? ഇത് ഇങ്ങനെ തിന്നാൻ പറ്റുമോ? വേവിക്കണ്ടേ? വേവിച്ചോ, പക്ഷെ ഇതിനകത്തല്ല, പുറത്തൊരടുപ്പ് കൂട്ടി അവിടെ വെച്ച് വേവിച്ചോ. ഇതെന്ത് പരിഷ്കാരാ? ഇനി അങ്ങനെയാ. ഇറച്ചി മീനും കഴിക്കണ്ടവരെ പുറത്തിട്ട് വേവിച്ച് കഴിച്ചോളണം. ഇവിടത്തെ അടുക്കളയില് ഈ വക സാധനങ്ങൾ ഇനി അടുപ്പിക്കാൻ പറ്റില്ല. അങ്ങോട്ട് മാറാ, ഞങ്ങളെ വെജിറ്റേറിയൻകാരാ. എങ്ങനെയുണ്ട് എന്റെ റാഹേലമ്മ? എന്തേ? ഒന്നുമില്ല. എന്തിനാ നീ കരയണെന്ന്? അമ്മ മരിച്ചു കഴിഞ്ഞ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഓർക്കണ്ടല്ലേ ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, ഇവിടുത്തെ എന്റെ ജീവിതം കാണുമ്പോ അച്ഛന് സന്തോഷവും എല്ലാ പിണക്കവും പോവും. ആരും പിണങ്ങിയിട്ടില്ലേ? പിണങ്ങാനേ ഞങ്ങളൊട്ട് സമ്മതിക്കില്ലേ? പോരെ? എന്തേ? എന്തേടാ? ആ പരമേശ്വരൻ നമുക്കിട്ടാ പണി തന്നുട്ടാ. പൊള്ളാച്ചി കൗണ്ടർ കാല് മാറി, ആനെ അവര് കാരക്കാൻ തുടക്കാൻ കൊടുത്തു. എന്നാലും ആ കൗണ്ടർ ഇങ്ങനെ കാണിക്കോ വല്യേട്ടാ? എത്ര നാളായിട്ടുള്ള ബന്ധമാ? ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ചിട്ട് എന്തോട്ടിനാടാ? അവന്റെ കാല് നക്കണോ ഞാൻ? മോൻ പൂരത്തിന് ഇനി കഷ്ടിച്ച് 3 ആഴ്ചയെ ബാക്കിയുള്ളൂ. കാരക്കാത്തൊടിയായിട്ട് ചേർന്ന് മാത്തന്റെ ചങ്കിനാ ചവിട്ടിയ നന്ദി കെട്ട നായ. പൊള്ളാച്ചി അഘോരി ഗോവിന്ദൻ തെക്കേന്ത്യയിൽ ഇവനെ വെല്ലാനി വേറെ ആനീണ്ടാ. എത്ര കൊല്ലായി നമ്മളെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ആന ഇപ്പൊ ഒരു അത്യാവശ്യം വന്നപ്പോ കൈവിട്ട് പോയില്ലേ? വണ്ടി തിരിക്കടാ. ഇപ്പൊ മനസ്സിലായില്ലേ പരമേശ്വരൻ വെറുമ്പാക്ക് പറയില്ലെന്ന്? ആഘോരി ഗോവിന്ദൻ കയ്യിലുണ്ടെന്നുള്ള അഹന്ത. എന്നിട്ടോ വീരയ്യൻ കൗണ്ടർക്ക് പച്ചനോട്ട് കൊണ്ട് തുലാഭാരം നടത്തിയപ്പോ നിന്ന നെപ്പില അളങ്ങ് മറികണ്ടം ചാടി. പഴയ ആത്മമിത്രം കുപ്പത്തൊട്ടിയില്. അത് മറന്നു. ഗോവിന്ദനാള് പ്രശ്നക്കാരനാന്നറിയാം. അതുകൊണ്ട് കുംഭകോണത്തുനിന്ന് 6 പാപ്പാന്മാരെ മാസ ശമ്പളത്തിന് ഇറക്കിയിരിക്കണേ. എന്നാലും അവന്റെ കാര്യത്തില് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അല്ല 8-10 കൊല്ലം അവനെ കൊണ്ടുവരുന്ന ആളല്ലേ. പാപ്പാൻ കുംഭകോണത്തൊന്നും മുതലാളി തിരുവാങ്കുളത്തൊന്നും ആവണോണ്ട് ഗോവിന്ദന് നിരസം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണട്ടാ, 2 കൂട്ടരും തന്തൊക്കെ പറഞ്ഞവരായിരിക്കണം. ഇല്ലെങ്കിൽ അവൻ കാലുവരി ഒരു അലക്കലക്കൂട്ടാ. പിന്നെ പോവല്ലേ? പരമേശ്വരനെ വിട്ടോ. നീന്തിട്ട് വരട്ടാ. പോടാ 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 പോടാ. വല്യേട്ടാ, ഇന്ന് ഒക്ടോബർ 21, നവംബർ 4-ാം തീയതി സോൺപൂർ ഗജമേള തുടങ്ങും. നമുക്കൊന്ന് വിട്ടാലോ? പപ്പ ഈ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇനി ഒന്നും ആലോചിക്കാനില്ലെന്ന്. നമ്മൾ ഇന്ന് തന്നെ വിടുന്നു. ആ ഘോരി ഗോവിന്ദനേക്കാൾ തലയെടുപ്പുള്ള അവന്റെ അപ്പാപ്പനെ ഒരുത്തനെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പരമേശ്വരന്റെ മുമ്പിലാ കൊണ്ട് പിടയ്ക്കാന്ന്. ഉത്തരങ്കരയിലെ പൂര ജയിക്കണു. ബാക്കി കളിയൊക്കെ അത് കഴിഞ്ഞിട്ട്. എന്നാ വണ്ടി എടുക്കടാ. ചന്ദനക്കാട്ടിൽ നിന്നും വെഞ്ചൂരൽ മടയിൽ നിന്നും ഗജരാജപ്പട്ടം കിട്ടൻ കരുവീരർ 9 പേര് കൊടികേറുമ്പോ മേണം കൊടി മാറുമ്പോ അന്നേരം കാണാലോ കാണാലോ. തിരുവാക്കിന്നെതിർവാക്കുന്നോ പട തടയാൻ പരിചയമുണ്ടോ? വീറുണ്ടേരാളായി വരുമോ
ചുണ കാട്ടാനായി വരുമോ കൽപ്പടപാടും പിന്മുറ നാളിൽ കർത്താവിൻ കുടുകാരുണ്യത്താൽ കരവീരന്മാർ അഴകിൽ ഗണയിൽ മുറ്റം നിന്നേ കൽപ്പടപാടും പിന്മുറ നാളിൽ കർത്താവിൻ കുടുകാരുണ്യത്താൽ കരവീരന്മാർ അഴകിൽ ഗണയിൽ മുറ്റം നിന്നേ നിന്നേ. ഐ വണ്ടി തള്ളിയാ മാറുന്നില്ലെങ്കിൽ ആനയുണ്ട് ട്ടോ അണ്ണാച്ചി. മാറ്റടെ. ഈ ആ ബോർഡ കണ്ട ശക്തിവേല് വെച്ച് സ്വർണ്ണമല്യ വമ്പൻ ടീമാ ഇഷ്ട. അത് കൊള്ളാട്ടാ. ആണുങ്ങള് കല്യാണം കഴിക്കുന്നതിന്റെ പഠിക്കണ്ട കുഞ്ഞേട്ടാ. ഫസ്റ്റ് ലുക്കില് ഞാനൊരു കാര്യ പറഞ്ഞാൽ നിനക്ക് വിഷമാവൂ. എന്ത്? ആ അമ്മായി ഒന്ന് പാളിയതാട്ടാ. അതിന് ഞാൻ എന്തിനു വിഷമിക്കണം? ഞാൻ പറഞ്ഞുള്ളൂ ഇഷ്ട. അപ്പനാ കേക്കണ്ട. என்ன விட்டுருங்க, என்ன ஒண்ணும் பண்ணிடாதீங்க, நான் உங்களுக்கு கையெடுத்து கும்பிடுறேன்.